KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കായംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കായംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. വാർഷിക സമ്മേളനം ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 സമ്മേളന കാലഘട്ടങ്ങളിൽ 2 വർഷമായി ചെറുതും വലുതുമായ നിരവധി സമരങ്ങളിൽ നമ്മൾ പെട്ടുതന്നിരിക്കുകയാണ്. അത് പെൻഷൻ താമസിച്ചതിനെതിരായിരിക്കാം, പെൻഷൻ കൃത്യമായി തരണമെന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കാം, പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരിക്കാം, പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടായിരിക്കാം സമരങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. ആ നിരന്തരം നടത്തുമ്പോൾ തന്നെ നമ്മൾ നടത്തുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നതിൻ്റെ 4 ഇരട്ടി ആക്ഷേപവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ആക്ഷേപക്കാർക്കാർക്കും നാക്കുപോകുന്നില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, കുറച്ച് ആഴ്ചകളായി ആക്ഷേപമില്ല. 8 കോടി രൂപ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ബാക്കി പണം ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരും. 8 കോടി രൂപയുള്ളത് എറണാകുളത്തേക്ക് അയക്കും. ഇതാണ് നമുക്ക് രാവിലെ 8:30 മണിയായപ്പോൾ കിട്ടിയ വിവരം. ആ 8:30 മണിയായപ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റുമോ? ജനറൽ സെക്രട്ടറി രാത്രിയുള്ള താമസമായിരുന്നെങ്കിൽ പോയി. ചോദ്യത്തിനെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥരാണല്ലോ ജനറൽ സെക്രട്ടറി ആയിപ്പോയി. അപ്പൊ ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിനെ അവർ ചോദിച്ചാലും ശരി നമ്മുടെ ആൾക്കാരെ അറിയിക്കുക എന്നുള്ള ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ 9 ആയപ്പോൾ തന്നെ നമ്മുടെ മെസ്സേജ് എല്ലാവർക്കും കൃത്യസമയത്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പം കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഡിസംബർ ഒട്ടിഞ്ഞിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. ഈ പീരീഡിൽ നമ്മുടെ പെൻഷന്റെ ആനുകൂല്യങ്ങളും മറ്റും കിട്ടുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ തടഞ്ഞു വെച്ച ക്ഷാമാശ്വാസം, പെൻഷൻ പരിഷ്കരണം, മറ്റ് കിട്ടാൻ പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി സഹദേവൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി K. ശശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ N. ലക്ഷ്മണൻ കണക്കുകൾ അവതരിപ്പിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി N. ശങ്കരപിള്ള സംസ്ഥാന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. T. ശ്രീധരൻ നായർ സംസാരിച്ചു. N. ലക്ഷ്മണൻ കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.